സ്വാഗതം ടോപ് 10ലേക്ക്. പ്രതിഭയാലും നിലപാടുകളാലും വ്യത്യസ്തനായൊരു മനുഷ്യൻ, ജീവിതത്തിൽ നാട്യമില്ലാത്ത നന്മ നിറഞ്ഞ ശ്രീനിവാസൻ. എഴുതിയും അണിയിച്ചും അവതരിപ്പിച്ചും മനസ്സ് നിറച്ച കഥകളും കഥാപാത്രങ്ങളും മലയാളികൾ എങ്ങനെ മറക്കാനാണ്? ആ കഥാപാത്രങ്ങൾ ജീവിതത്തിൽ നിന്ന് സ്ക്രീനിലേക്കും അവിടെ നിന്ന് പ്രേക്ഷകരുടെ മനസ്സിലേക്കും ആഴ്ന്നിറങ്ങി അധിക്ഷേപമാകാതെ തൊടുത്തുവിട്ട വിമർശനങ്ങളെല്ലാം കുറുക്കിക്കൊണ്ടു. സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച, എന്നും മനുഷ്യപക്ഷത്ത് നിന്ന, ആക്ഷേപഹാസ്യത്തിൻ്റെ സാധ്യതകൾ സൂക്ഷ്മമായി ഉപയോഗിച്ച, മലയാളികളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച ശ്രീനിവാസൻ. പഴകുന്തോറും വീര്യം കൂടുന്ന സന്ദേശം എന്ന ചിത്രം പോലെ അന്നും ഇന്നും എന്നും ശ്രീനിക്ക് പകരം ശ്രീനി മാത്രം. മലയാളിയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രവും ജീവിതവുമായ പ്രിയ ശ്രീനിവാസന് നന്ദി, അഭിമാനം, അങ്ങുണ്ടായിരുന്ന ഈ കാലത്തിൻ്റെ ഭാഗമായതിൽ. ശ്രീനിവാസന്റെ ഓർമ്മകൾ നിറച്ച വാർത്തകളിലേക്ക് പോകാം. ആദ്യം ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാള സിനിമയുടെ ശ്രീ വിടവാങ്ങി. നടൻ ശ്രീനിവാസന്റെ വിയോഗം 69-ാം വയസ്സിൽ. 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ചത് 200-ലേറെ ചിത്രങ്ങളിൽ. തിരക്കഥാകൃത്തായും സംവിധായകനായും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. സംസ്കാരം നാളെ രാവിലെ 10-ന് കൊച്ചി കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരനെ അനുസ്മരിച്ച സാംസ്കാരിക കേരളം. മൂർച്ചയേറിയ പരിഹാസങ്ങളിലൂടെ പ്രേക്ഷകരെ വലിയൊരു തലത്തിലേക്ക് ഉയർത്താൻ ശ്രീനിവാസന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലത്തിനു മുന്നേ നടന്ന കലാകാരനെന്ന് VD സതീശൻ. വാക്കുകളിടറി സത്യൻ അന്തിക്കാട്. ഉറ്റ സുഹൃത്തിനെ നഷ്ടമായെന്ന് മോഹൻലാലും മമ്മൂട്ടി. എന്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ വലുതാണ്. ആസ് എൻ ആക്ടർ, ആസ് എ റൈറ്റർ, ഒരു കൊളീഗ്, ഫ്രണ്ട് എന്നൊക്കെയാണ്. സൗഹൃദമല്ല, പ്രത്യേക ഒരു വൈകാരിക ബന്ധമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും മക്കളും ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്ത ആളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി 1.5 കോടി നൽകിയെന്ന് ഗോവർദ്ധന്റെ മൊഴി. പണം നൽകിയതിന്റെ തെളിവുകൾ SITക്ക് കൈമാറി. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ നടപടികളുമായി ED. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്ത് പുറത്തായത് 24,80,000 പേർ. ഫോം പൂരിപ്പിച്ചു നൽകിയിട്ടും തന്റെ കുടുംബാംഗങ്ങളുടെ പേര് പട്ടികയിലില്ല എന്ന മുൻ MLA രാജാജി മാത്യു തോമസ്. SIR സമയപരിധി നീട്ടണമെന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. പിഴവ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തിരുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ. വയനാട് പുൽപ്പള്ളിയിൽ കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മരിച്ചത് ദേവർഗദ്ദ ഉന്നതിയിലെ മാരൻ. വിറക് ശേഖരിക്കാൻ പോയ മാരന്റെ മൃതദേഹം കണ്ടെത്തിയത് ഉൾവനത്തിൽ. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരവും സ്ഥിരം ജോലിയും നൽകിയാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്ന് കുടുംബം. വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമെന്ന സമസ്താവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കാൻ ഭൂരിപക്ഷ വർഗീയത ആയുധമാക്കുന്നവരെ തിരിച്ചറിയണം. ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ സംരക്ഷണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല എന്നും മുഖ്യമന്ത്രി. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം. ഇന്ത്യയുടെ അതിർത്തിയിൽ കനത്ത ജാഗ്രത. ബംഗാൾ ഉൾക്കടലിലും നിരീക്ഷണം ശക്തം. കൊല്ലപ്പെട്ട ജൻസി നേതാവ് ഉസ്മാൻ ഖാദിയുടെ സംസ്കാരം നടത്തി. ഹിന്ദു യുവാവിനെ കൊന്നു കെട്ടിത്തൂക്കിയ സംഭവത്തിൽ 7 പേർ അറസ്റ്റിൽ. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് നായകൻ, അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ, ഓപ്പണറും 1ാം വിക്കറ്റ് കീപ്പറുമായി സഞ്ജു സാംസൺ. ശുഭ്മൻ ഗില്ലിനെ ഒഴിവാക്കി. ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം US-നെതിരെ. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണം. ഓപ്പറേഷൻ ഹോക്കി. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയെന്ന് വിശദീകരണം. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ പുറത്തുവിട്ട അമേരിക്ക. ബിൽ ക്ലിന്റൺ, മൈക്കൽ ജാക്സൺ എന്നിവരുമായി അടുത്ത ബന്ധമെന്നും റിപ്പോർട്ട്.
സ്റ്റോറി ഓഫ് ദി ഡേ, മഞ്ഞിൽ പൊതിഞ്ഞ 0-ൽ മൂന്നാർ. മലയാള സിനിമയിലെ ഹാസ്യത്തിന്റെ വ്യാകരണം മാറ്റിയെഴുതിയ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ദീർഘനാളായി അസുഖബാധിതനായി ഉദയം പേരൂരിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഡയാലിസിസിനായി അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8:30 അന്ത്യം. സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണുകെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാല് എന്റെ ഇമേജ് ഇടിയും. സ്ത്രീ ഓഡിയൻസിന്റെ ഇടയ്ക്ക് എന്റെ മാർക്കറ്റ് പൊളിയും. ചിരിക്കും ചിന്തയ്ക്കും സാമൂഹിക വിമർശനത്തിനും തനത് ശൈലി തീർത്ത പ്രതിഭാശാലിയായ ശ്രീനിവാസൻ. അരനൂറ്റാണ്ടുകാലമായി മലയാളിയുടെ കാതലുള്ള ചിരിയുടെ പെരുന്തച്ചൻ ശ്രീനിവാസൻ യാത്രയായി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രോഗബാധിതനായതിനാൽ സിനിമാ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ശ്രീനിവാസൻ. രാവിലെ ഡയാലിസിസിന് പോകുന്നതിനിടയിലാണ് ശ്രീനിവാസന് തളർച്ച അനുഭവപ്പെട്ടതും തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു. ഭാര്യ വിമല ഉൾപ്പെടെ മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. മരണവിവരമറിഞ്ഞ മൂത്തമകൻ മിനി ശ്രീനിവാസൻ 10 മണിയോടെ തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ എത്തി. തുടർന്നാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സ്ഥലത്തില്ലാതിരുന്ന മകൻ ധ്യാൻ ശ്രീനിവാസൻ പിന്നാലെ വീട്ടിലെത്തി. ആശുപത്രിയിൽ നിന്ന് കണ്ടനാട്ടെ വസതിയിലെത്തിച്ച മൃതദേഹം പിന്നീട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. മലയാളത്തിൻ്റെ ബഹുമുഖ പ്രതിഭയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ടൗൺ ഹാളിലേക്കെത്തി. കൊച്ചിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിച്ചു. നടൻ മമ്മൂട്ടി ശ്രീനിവാസന്റെ കണ്ടനാട്ടെ വസതിയിലും പിന്നീട് ടൗൺ ഹാളിലുമെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തൊട്ടുപിന്നാലെ മോഹൻലാലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ടൗൺ ഹാളിൽ എത്തിച്ചേർന്നു. മന്ത്രി പി രാജീവ്, സജി ചെറിയാൻ, MA ബേബി, സത്യനന്ദിക്കാട്, ജോഷി, ദിലീപ്, രഞ്ജി പണിക്കർ തുടങ്ങി നിരവധി പേർ ടൗൺ ഹാളിലെത്തി. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് വെള്ളിത്തിരയിലെത്തിച്ച ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി സാധാരണക്കാർ മണിക്കൂറുകൾ കാത്തുനിന്നു. ടൗൺ ഹാളിൽ നിന്ന് 4 മണിയോടെ ഭൗതികദേഹം കണ്ടനാട്ടെ വസതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ശ്രീനിവാസന്റെ സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കണ്ടനാട്ടെ വസതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. അമൃത ന്യൂസ്, കൊച്ചി. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രേക്ഷകർക്കൊപ്പം കൂടിയ 48 വർഷങ്ങൾ. സാധാരണക്കാരുടെ ജീവിതം അസാധാരണ വൈഭവത്തോടെ പകർത്തിയ ശ്രീനിവാസൻ എന്ന ഓൾറൗണ്ടർ വിടവാങ്ങുമ്പോൾ ഇനിയുണ്ടോ ഇതുപോലൊരാൾ എന്ന ചോദ്യം ബാക്കിയാകുന്നു. ആ ഓർമ്മകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പാട്യം എന്ന നാട്ടിൽ നിന്നും മലയാള സിനിമാ ലോകത്ത് പൂത്തുറഞ്ഞ പ്രിയ നടൻ. സിനിമാ ബന്ധങ്ങളൊന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും കടന്നുവന്ന് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മഹാപ്രതിഭ. അതാണ് ശ്രീനിവാസൻ. നാടക നടനാവുകയെന്ന ലക്ഷ്യവുമായി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പ്രവേശനത്തിന് ശ്രമിച്ച് കിട്ടാതെ ആയപ്പോഴാണ് ശ്രീനിവാസൻ മദ്രാസിൽ സിനിമാഭിനയം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നറിയുന്നതും അവിടെ ചേരുന്നതും. അഭിമുഖ സമയത്ത് തന്റെ രൂപം കണ്ട് സിനിമയ്ക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ സംവിധായകൻ രാമു കാര്യാട്ട് ഏറെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു എന്ന് ശ്രീനിവാസൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാടകത്തിന് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞാണ് സിനിമാഭിനയം പഠിച്ചത്. 1977 PA ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. ബക്കറുടെയും അരവിന്ദിന്റെയും KG ജോർജിന്റേതും അടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകി ഒരുക്കിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു. നർമ്മത്തിൽ പൊതിഞ്ഞ രംഗങ്ങളിലൂടെ ജീവിത നൊമ്പരങ്ങൾ ആവിഷ്കരിച്ചവയാണ് ശ്രീനി സിനിമകൾ. 1991 പുറത്തിറക്കിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് സിനിമാ ലോകത്തെ ശ്രീനി ടച്ച്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ചിത്രത്തിലെ MA ധവാൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, നാടോടിക്കാറ്റിലെ കുറ്റാന്വേഷകനായ വിജയൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ സ്വർണ്ണപ്പണിക്കാരൻ, വടക്ക് നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാള, ഉദയനാട് താരത്തിലെ സരോജ് കുമാർ തുടങ്ങി നിരവധി വേഷങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയ ചിത്രങ്ങളെല്ലാം മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. അയ്യോ വേണ്ട, അത് മാത്രം ചെയ്യരുത്.
ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകും? പഞ്ചവടിപ്പാലത്തിനും വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത അദ്ദേഹം തിരക്കഥാ രചനയിലേക്കും കടന്നു. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ് ആദ്യ തിരക്കഥ. മുകൾ തട്ടിലുള്ളവരുടെ ജീവിതം തനിക്കറിയില്ല എന്നും താൻ കണ്ട ഇടത്തരക്കാരുടെ മനസ്സാണ് തന്റെ സിനിമകളിൽ നിറഞ്ഞത് എന്നും ശ്രീനിവാസൻ പറയുമ്പോൾ മലയാളിയുടെ ഉള്ളറകളിൽ ശ്രീനി എത്രമാത്രം ആഴത്തിലിറങ്ങിയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ ഫാന്റസിയുടെ നേരിയ അംശം പോലും കണ്ടില്ല. സാധാരണക്കാരന്റെ ജീവിതവും പ്രശ്നങ്ങളും നർമ്മത്തിന്റെ മേമ്പൊടിയോടെ ഇത്രയേറെ തനിമയോടെ അവതരിപ്പിച്ച മറ്റൊരു കലാകാരൻ മലയാളത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. രാഷ്ട്രീയത്തെയും രാഷ്ട്രീയക്കാരെയും രൂക്ഷമായി വിമർശിച്ച തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ പേനയുടെ ചൂടറിയാത്ത ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കളോ കേരളത്തിലില്ല. രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ആക്ഷേപഹാസ്യത്തിലൂടെയും സരസമായ വാക്കുകളിലൂടെയും അദ്ദേഹം പൊതുജനങ്ങളിൽ എത്തിച്ചു. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയെത്തും മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. ലഭിച്ച പുരസ്കാരങ്ങളോ നിരവധിയും. സത്യനന്ദിക്കാട്, പ്രിയദർശൻ, കമൽ എന്നിവരുമായി ചേർന്നാണ് ഏറെ ശ്രദ്ധേയ ചിത്രങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയത്. കുടുംബ ബന്ധങ്ങൾ പ്രമേയമാകുമ്പോൾ പോലും സാമൂഹ്യ പ്രശ്നങ്ങളും നിരീക്ഷണങ്ങളും തന്റെ ചിത്രങ്ങളിൽ ഭംഗിയായി ഇഴചേർക്കാനും ശ്രീനിവാസന് കഴിഞ്ഞു. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ശ്രീനി. മമ്മൂട്ടിക്ക് വേണ്ടിയും തമിഴ്നടൻ ത്യാഗരാജനു വേണ്ടിയും ശബ്ദം നൽകി. നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭ. ഇനി ഇതുപോലൊരു പ്രതിഭ ഉണ്ടാകുമോ? ഇല്ല എന്ന് ഒറ്റ വാക്കിൽ പറയാം. ചിരിപ്പിച്ചതിനും ചിന്തിപ്പിച്ചതിനും പ്രിയതാരത്തിന് 1000 നന്ദി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിൽ വിലപ്പെട്ട പ്രിയപ്പെട്ട ഓർമ്മകളിലേക്ക് പലരും ആഴ്ന്നിറങ്ങി. ചലച്ചിത്ര, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലെ നിരവധി പ്രമുഖരാണ് അനുശോചനം അറിയിച്ചത്. നല്ലൊരു സുഹൃത്തിനെയാണ് നഷ്ടമായതെന്ന് നടൻ മോഹൻലാൽ അനുസ്മരിച്ചു. ദാസനും വിജയൻ ഇല്ലാതായാലും മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ കോമ്പിനേഷൻ വിജയനെ ഓർക്കുന്നത് ആള് തന്നെയാണ്. അതുകൊണ്ട് ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയാലും അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം എഴുതിയ സിനിമകളൊക്കെ മലയാളികൾക്ക് എന്ന് ഓർമ്മിക്കാൻ പറ്റിയത് തന്നെയാണ്. വൈകാരിക ബന്ധമാണ് ശ്രീനിവാസനുമായി ഉള്ളതെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. നടൻ മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനൊപ്പം ശ്രീനിവാസനെ അവസാനമായി കാണാനെത്തി. കടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസനിലെ പ്രതിഭയെ ആദരിച്ചുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിരുന്നു. കഥ, തിരക്കഥ, സംവിധാനം, നടൻ, ഈ നിലകളിലെല്ലാം അദ്ദേഹം സിനിമാ രംഗത്ത് അതുല്യ പ്രതിഭയായിട്ടാണ് മാറിയിരുന്നത്. മലയാളിക്ക് ശുദ്ധിയുള്ള കാഴ്ചപ്പാട് സമ്മാനിച്ച ആളെന്നാണ് സുരേഷ് ഗോപി അനുസ്മരിച്ചത്. ശ്രീനിയേട്ടൻ്റെ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന അദ്ദേഹത്തിൻ്റെ യാനത്തിലൂടെ, അത് സിനിമാ വേദിയിൽ എങ്കിൽ അങ്ങനെ വേറിട്ട ഒരു കാഴ്ചപ്പാട്, ഒരു ശുദ്ധീകരിച്ച കാഴ്ചപ്പാട് മലയാളിക്ക് നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സരസമായ ഭാഷയിൽ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ കലാകാരനാണ് ശ്രീനിവാസൻ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സത്യത്തിൽ എത്ര കാലത്തിന്റെ മുൻപേ നടന്ന ആളാണ് അദ്ദേഹം. സരസമായ വാക്കുകളിലൂടെ, സംഭാഷണങ്ങളിലൂടെ ഒരുപാട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. മലയാളം ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത, കേരളത്തിൽ ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത ദേശീയ നിലവാരമുള്ള വലിയ ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം. ബഹുമുഖ പ്രതിഭയായിരുന്നു ശ്രീനിവാസനെന്ന് മന്ത്രി സജി ചെറിയാൻ അനുസ്മരിച്ചു. പതിറ്റാണ്ടുകളോളം, എത്രയോ പതിറ്റാണ്ടുകൾ മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ അമൂല്യമായ സംഭാവനകൾ ഈ അവസരം ഓർക്കുകയാണ്. അങ്ങേയറ്റം അദ്ദേഹം
ചെയ്ത സേവനങ്ങളെ ഞാൻ പ്രകീർത്തിക്കുകയാണ്. എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു എന്നതും വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ ഞാൻ ഇവിടെ അറിയിക്കുന്നു. ശ്രീനിവാസനുമായുള്ള ബന്ധത്തിൽ ചെറിയ നീരസം പോലും ഉണ്ടായിട്ടില്ലെന്നും നടൻ മുകേഷ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവം വെച്ചുകൊണ്ട് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേച്ചറായിരുന്നു. അതിനകത്ത് സൗഹൃദമോ കാര്യങ്ങളോ ഒന്നും നോക്കത്തില്ല. സിനിമയുടെ കാര്യമാണെങ്കിൽ നല്ല സിനിമ, TV പരിപാടിയാണെങ്കിൽ നല്ല TV പരിപാടി, നല്ല കഥ, നല്ല തിരക്കഥ, അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. ശ്രീനിവാസന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വിങ്ങിയും വിതുമ്പിയും വാക്കുകൾ മുഴുവിക്കാനാകാതെയും ചിലർ നിന്നു. സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ വൈകാരിക പ്രതികരണത്തിലേക്ക്. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു, എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയ സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെപ്പോഴും വന്ന് പുള്ളീനെ ചാർജ് ചെയ്യും. കാര്യം 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സന്ദേശം വളരെ വീണ്ടും ഇതിൽ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് ഓക്കെ. സമകാലിക വിഷയങ്ങളെ ലളിതവും ഹൃദയസ്പർശിയുമായി ജനങ്ങളിൽ എത്തിച്ച മലയാളത്തിന്റെ സ്വന്തം ശ്രീനിവാസൻ ഓർക്കാൻ ആവോളം സമ്മാനിച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. സാധാരണക്കാരുടെ സങ്കടങ്ങളും പ്രതീക്ഷകളും കഥകളിൽ അദ്ദേഹം എഴുതി ചേർത്തു. ഹാസ്യവും വിമർശനവും ഇഴചേർന്ന ശ്രീനിവാസന്റെ സംഭാവനകൾ മലയാള സിനിമാ ചരിത്രത്തിൽ മായാതങ്ങനെ നിൽക്കും. നമുക്ക് ചുറ്റും കാണുന്നവരുടെ ജീവിതാനുഭവങ്ങളെ സത്യസന്ധവും കൃത്യതയോടെയും അഭിസംബോധന ചെയ്യാൻ ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയ്ക്ക് എല്ലാ കാലവും കഴിഞ്ഞിരുന്നു. തീക്ഷ്ണമായ സാമൂഹിക വിമർശനങ്ങളിലൂടെയും ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും പ്രായഭേദമന്യേ എല്ലാവരെയും ആസ്വദിപ്പിച്ച കലാകാരൻ. പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചില്ല. എല്ലാ കാലവും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കഥകളാണ് ശ്രീനിവാസൻ ചിത്രങ്ങളിൽ നിറഞ്ഞത്. നിശിതമായ വിമർശനങ്ങൾ നടത്തുമ്പോഴും അപാരമായ സർഗാത്മകത കൊണ്ട് ആ വിമർശനത്തിന് വിധേയരാകുന്നവരെ പോലും ചിരിപ്പിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? എങ്ങനെയും പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന മലയാളിയുടെ സഹജമായ സ്വഭാവമാണ് ചിന്താവിഷ്ടയായ ശ്യാമളയിൽ പറയുന്നത്. മലയിറങ്ങി പോകുന്നത് എന്റെ ഈ ഭൗതിക ശരീരം മാത്രമാണ്. മനസ്സിപ്പോഴും അവിടെ നിൽക്കുക. അങ്ങനെ വേണം. ഇപ്പൊ നിനക്ക് മനസ്സിലായ വിജയ, ഞങ്ങൾ നിന്നെ നിർബന്ധിച്ചെന്റെ പൊരുള് മനസ്സിലായച്ചാ. തലയണ മന്ത്രത്തിൽ ഉപഭോഗ സംസ്കാരത്തിന്റെ കെണിയിൽപ്പെട്ട ശരാശരി കുടുംബത്തെ വരച്ചു കാട്ടുന്നു. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെ എങ്ങനെ വേണമെന്ന് നിങ്ങൾ സാധനം അങ്ങോട്ട് ഓടിച്ചോ. സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും പറയാനുള്ളത് വിളിച്ചു പറയാൻ ശ്രീനിവാസൻ മടി കാണിച്ചില്ല. ശ്രീനിവാസൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് കേരള സമൂഹത്തിന് വലിയ വലിയ സന്ദേശമാണ് നൽകിയത്. അദ്ദേഹം എഴുതിയതും പറഞ്ഞതും തിരശീലയിൽ കാണിച്ചതും ഒരു ദിവസം ഒരിക്കലെങ്കിലും ഓർക്കാത്ത മലയാളി ഉണ്ടാകില്ല. ഒരുപക്ഷെ കുഞ്ചൻ നമ്പ്യാർക്കു ശേഷം ഹാസ്യത്തെ ഇത്രയും രാഷ്ട്രീയ സാമൂഹ്യ വിമർശനത്തിന്റെ ഉപകരണമാക്കിയ ഇത്രയും ജനപ്രിയനായ മറ്റൊരു കലാകാരൻ മലയാളത്തിൽ ഉണ്ടായിട്ടുമില്ല. സ്വയം പരിഹസിക്കാനുള്ള ഈ ശേഷിയാണ് മലയാളി എന്ന സ്വത്വത്തെ വിമർശിക്കാനും പരിഹസിക്കാനും ശ്രീനിവാസന് കെൽപ്പ് നൽകിയത്. മലയാള ചലച്ചിത്ര ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത വിടവ് ബാക്കിയാക്കി ശ്രീനിവാസൻ യാത്രയാകുമ്പോൾ അത് കേവലം ഒരു നടന്റെയോ തിരക്കഥാകൃത്തിന്റെയോ വിയോഗമല്ല, മറിച്ച് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് വെള്ളിത്തിരയിൽ പകർത്തിയ ഒരു സാമൂഹ്യ നിരീക്ഷകന്റെ വിടവാങ്ങലാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമലയിലെ സ്വർണം പോയ വഴി ഏകദേശം തെളിഞ്ഞു വരുന്നു. ഇനിയും പക്ഷെ തെളിയാനുണ്ട് കുറച്ചേറെ. സ്വർണ്ണപ്പാളി എവിടെ, ആരൊക്കെ കട്ട സ്വർണത്തിന്റെ പങ്കുപറ്റി, ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്നൊക്കെ ഇനി അറിയാനുണ്ട്. പലപ്പോഴായി 1.5 കോടിയിലേറെ രൂപ പോറ്റിക്ക് നൽകിയിട്ടാണ് സ്വർണം കൈപ്പറ്റിയതെന്നാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ മൊഴി നൽകിയിരിക്കുന്നത്.
പോറ്റിക്ക് പണം കൈമാറിയതിന്റെ തെളിവുകളും SITക്ക് കൊടുത്തു. ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇരുവരും നിലവിൽ റിമാൻഡിലാണുള്ളത്. തന്നെ കള്ളക്കേസിൽ കൊടുക്കിയെന്നാണ് ഗോവർദ്ധന്റെ വാദം. ഈ വാദമുയർത്തി ഗോവർദ്ധൻ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ഗോവർദ്ധന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശമെത്തിച്ച കൽപേഷിനെയും SIT വീണ്ടും ചോദ്യം ചെയ്യും. ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടില്ലെന്നും ശബരിമലയിലെ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് പലപ്പോഴും പണം നൽകിയതെന്നുമാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ മൊഴി. സുഹൃത്തെന്ന നിലയിലാണ് സ്വർണം വാങ്ങിയതെന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. എന്നാൽ ശബരിമലയിലെ സ്വർണമാണെന്നും അത് ദേവസ്വം സ്വത്താണെന്നുമുള്ള വ്യക്തമായ അറിവുണ്ടായിരുന്നിട്ടും ഗോവർദ്ധൻ തട്ടിപ്പിന് കൂട്ടുനിന്നെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയും വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനുമെന്നാണ് SIT കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 24,08,000 പേർ പട്ടികയ്ക്ക് പുറത്താണ്. അതിനുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. ഇത്രയും പേരുടെ എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ചു കിട്ടാനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഫോം പൂരിപ്പിച്ചു നൽകിയിട്ടും തന്നെയും ഭാര്യയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് മുൻ MLAയും CPI ദേശീയ കൗൺസിൽ അംഗവുമായ രാജാജി മാത്യു തോമസിന്റെ പരാതി ഉണ്ടെങ്കിൽ പരിഹാരവുമുണ്ട് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മറുപടിയും പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് SIRന് അനുവദിച്ച സമയം നീട്ടി നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വിളിച്ച യോഗത്തിൽ BJP ഒഴികെയുള്ള പാർട്ടികൾ വിമർശനവുമായി രംഗത്തെത്തി. 24.08 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്താണ്. വോട്ടർമാരെ കണ്ടെത്താനായില്ലെന്നും ഫോം സ്വീകരിച്ചില്ലെന്നുമുള്ള BLOമാരുടെ റിപ്പോർട്ട് കളവാണെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. ഫോം നൽകിയിട്ടും തന്നെയും ഭാര്യയെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മുൻ MLAയും CPI നേതാവുമായ രാജാജി മാത്യു തോമസ് പരാതിപ്പെട്ടു. ഇനി വോട്ടുറപ്പിക്കാൻ ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ പിന്നാലെ നടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. SIRന് അനുവദിച്ച സമയം നീട്ടണമെന്നും പാർട്ടികൾ ആവശ്യപ്പെട്ടു. അതേസമയം കരട് പട്ടികയിലെ പിഴവ് ചൂണ്ടിക്കാണിച്ചാൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തിരുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ മറുപടി നൽകി. കരട് വോട്ടർ പട്ടിക ഈ മാസം 23-ന് പുറത്തുവിടും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വന്യജീവി ഇന്നൊരു ജീവൻ കൂടിയെടുത്തു. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു. പുൽപ്പള്ളി വണ്ടിക്കടവിലാണ് കടുവയുടെ ആക്രമണമുണ്ടായത്. ദേവർഗത ഉന്നതിയിലെ കൂമൻ എന്ന മാരനാണ് കൊല്ലപ്പെട്ടത്. കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സ്ഥിരം ജോലിയും 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിച്ചില്ല എങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിലാണ് കുടുംബം. വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കന്നാരംപുഴയുടെ സമീപത്ത് വെച്ചാണ് മാരന് നേരെ കടുവ ആക്രമണം ഉണ്ടായത്. വിറകു ശേഖരിക്കാൻ പോയ മാരനെ കടുവ ഉൾക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയെന്നാണ് കൂടെയുണ്ടായിരുന്ന സഹോദരി പറയുന്നത്. ജനവാസ മേഖലയോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. മാരന്റെ കഴുത്തിനാണ് കടുവയുടെ കടിയേറ്റത്. ജനവാസ മേഖലയിൽ നിന്ന് 500 മീറ്ററോളം ഉള്ളിൽ വെച്ചാണ് മാരനെ കണ്ടെടുത്തത്. തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തു വന്നു. വണ്ടിക്കടവ് വനവകുപ്പ് ഓഫീസിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിച്ചത്. മക്കളാണുള്ളത്, ഗീതയും രവിയും. അപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ രവി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് ഇത്തരം ആക്രമണങ്ങളിൽ മരണപ്പെട്ടവർക്ക് നൽകുന്ന 10 ലക്ഷം രൂപ അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഗഡുവായിട്ടുള്ള 6 ലക്ഷം രൂപ തൊട്ടടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ അത് കൊടുക്കാനും മക്കൾക്ക് കൊടുക്കാനും, അതേപോലെ ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് ബാക്കിയുള്ള തുക എടുക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതേസമയം ജനവാസ മേഖലയിൽ കടുവ സ്ഥിര സാന്നിധ്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് മതിയായ ജാഗ്രത സ്വീകരിച്ചില്ലെന്നും കുറച്ചു ദിവസം മുമ്പ് പ്രദേശത്ത് കടുവ പോത്തിനെ ആക്രമിച്ചിരുന്നെന്നും നാട്ടുകാർ പറയുന്നു. അർഹമായ നഷ്ടപരിഹാരമല്ല പ്രഖ്യാപിച്ചതെന്നാരോപിച്ച് മാരന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നു. തന്നെയല്ല, ഇതിനൊരു തീരുമാനമാവുന്നതിന് മുമ്പാണ് ഈ ബോഡി കൊണ്ടുപോയിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബക്കാരെയോ ആ സമുദായത്തിൽപ്പെട്ടവരോ ആരെയും കൂട്ടിയിട്ടില്ല, ആണ് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകാനും ഇത് വെക്കുന്നില്ല. അത് ബോഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സംസ്കരിക്കുമില്ല. ഞങ്ങളെ കുറെ കടുവ ആനയൊക്കെ ആയിട്ട് തിന്നട്ടെ,
അല്ലെങ്കിൽ പോലീസോ പോർഷൊക്കെ തല്ലിയും കൊല്ലട്ടെ, അതിനേക്കാളും സുഖതല്ലേ. പ്രതിഷേധങ്ങൾ മറികടന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മാരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രദേശത്ത് കടുവ സാന്നിധ്യമുള്ള സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കാനും പ്രദേശത്ത് നിരീക്ഷണം ഏർപ്പെടുത്താനും തീരുമാനിച്ചതായി വനംവകുപ്പ് അറിയിച്ചു. അമൃത ന്യൂസ്, വയനാട്. തിരഞ്ഞെടുപ്പ് വരും പോകും, പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്ന തങ്ങളുടെ നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി. ആ പ്രതികരണം സമസ്ത വേദിയിലായിരുന്നു. ന്യൂനപക്ഷ വർഗീയത എതിർക്കാൻ ഭൂരിപക്ഷ വർഗീയത ആയുധമാക്കുന്നവരെ തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതു സർക്കാർ ഭൂരിപക്ഷത്തോട് ചായുകാട്ടുന്നുവെന്ന വിമർശനം ശക്തമാണ്. അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തിയതും മുസ്ലിം ലീഗിനെ നിരന്തരം കടന്നാക്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തുന്നതും പ്രതിപക്ഷം ആയുധമാക്കുമ്പോഴാണ് സർക്കാർ ന്യൂനപക്ഷത്തോടൊപ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത വേദിയിൽ മുഖ്യമന്ത്രി എത്തിയത്. ന്യൂനപക്ഷങ്ങളെ എല്ലാ കാലത്തും സംരക്ഷിച്ചു പോരുന്നത് ഇടതുപക്ഷം മാത്രമാണെന്നും മുഖ്യമന്ത്രി വാദിച്ചു. ഇടതുപക്ഷം എക്കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. വർഗീയ ശക്തികൾ തലപൊക്കുമ്പോഴെല്ലാം അതിനെതിരെ നെഞ്ചിലിരിച്ചു നിന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കുന്നതിനും ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കാൻ ഭൂരിപക്ഷ വർഗീയത ആയുധമാക്കുന്നവരെ തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളോട് നീതിപൂർവമായ കാര്യങ്ങൾ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂവെന്നും LDFും UDFും സമസ്തയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്നും അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഇവിടുത്തെ ഭരണകർത്താക്കളോടും മറ്റുള്ള രാഷ്ട്രീയക്കാരോടൊക്കെ എപ്പോഴും സമസ്തകളുടെ ജനീയത്തിലുള്ള ആവശ്യമായതും നീതിപൂർവമായ കാര്യങ്ങൾ മാത്രമേ എപ്പോഴും ആവശ്യപ്പെടാറുള്ളൂ. അത് ഭരണ പ്രതിപക്ഷ ഏത് ഗവൺമെൻറ്റുകളിലൂടെ വരുമ്പോഴും സംസ്ഥകളുടെ ജനീയത്തിലൂടെ ആവശ്യങ്ങളും മറ്റും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പുത്തിരിക്കണ്ട മൈതാനത്ത് സംഘടിപ്പിച്ച സമസ്ത ശതാബ്ദി സന്ദേശയാത്രയിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം. കൊല്ലപ്പെട്ട ജൻസി നേതാവ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തി. രാജ്യത്ത് ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. പ്രക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ബംഗ്ലാദേശ് മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം അസാധാരണ നിലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് കോസ്റ്റ് ഗാർഡ്. ബംഗ്ലാദേശ് ദേശീയ കവി കാസി നസ്രുൾ ഇസ്ലാമിന്റെ കബറിടത്തിന് സമീപമാണ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാരം നടന്നത്. ഡിസംബർ 12 വെടിയേറ്റ് ഹാദി സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് മരിച്ചത്. ധാക്കയിലെ ബിജോയ് നഗർ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടെ അജ്ഞാതർ ഹാദിയെ വെടിവെക്കുകയായിരുന്നു. മുഖംമൂടി ധരിച്ചെത്തിയവരാണ് വെടിയുതിർത്തത്. ഹാദിയുടെ തലയ്ക്കാണ് വെടിയേറ്റത്. ഗുരുതരാവസ്ഥയിലായതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കിയ പ്രക്ഷോഭത്തിൽ ഇക്വലാബ് മഞ്ച് സംഘടനയിൽ മുൻനിരയിലുണ്ടായിരുന്ന നേതാവാണ് ഉസ്മാൻ ഹാദി. 2026 നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ വ്യാപക സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ജദീയ ഛത്രശക്തി എന്ന വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച വിലാപയാത്രയ്ക്കിടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. സംഘടന ആഭ്യന്തരമന്ത്രിയുടെ കോലം കത്തിക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തു. പ്രക്ഷോഭകർ മാധ്യമ സ്ഥാപനങ്ങളടക്കം ആക്രമിക്കുകയും ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. കൊലയാളികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തെന്നാരോപിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടും വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്.
കലാപം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതയോടെയാണ് ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നത്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹാദിയെ വെടിവെച്ച അക്രമിയെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് $44,000 ഇടക്കാല സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. T20 ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാകുന്ന ടീമിൽ അക്സർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസണെ ടീമിൽ നിലനിർത്തിയിട്ടുണ്ട്. സഞ്ജുവിന്റെ 2ാം ലോകകപ്പാണ് ഇത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് T20 ലോകകപ്പ് നടക്കുക. 15-അംഗ ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിക്കുന്നത്. അക്സർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസണെ പ്രധാന വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായി ടീമിൽ നിലനിർത്തി. മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനായി തിളങ്ങിയ ഇഷാൻ കിഷൻ 2ാം വിക്കറ്റ് കീപ്പറായി ടീമിൽ ഇടം നേടി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ കളിച്ച ശുഭ്മാൻ ഗില്ലും ജിതേഷ് ശർമ്മയും പുറത്തായപ്പോൾ ഇഷാൻ കിഷനും റിങ്കു സിംഗും ലോകകപ്പ് ടീമിലെത്തി. പേസർമാരായി ജസ്പ്രീത് ബുംറയും അഷ്ദീപ് സിംഗും ഹർഷദീപ് റാണയും ലോകകപ്പ് ടീമിൽ തുടരും. വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഓൾറൗണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബയും ടീമിലെത്തി. അടുത്ത മാസം ന്യൂസിലൻഡിനെതിരെ നടക്കുന്ന T20 പരമ്പരയിലും ഇതേ ടീം തന്നെയാണ് കളിക്കുക. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ലോകകപ്പ് മത്സരങ്ങൾ. 7-ന് US-നെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. ഫെബ്രുവരി 15-ന് കൊളംബോയിൽ ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം നടക്കും. T20യിലെ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ഇന്ത്യ. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്.